നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒരാളെ 39-ാം വയസ്സിൽ ഇരട്ട ഗോളുകൾ അടിക്കുന്നു, ആദ്യ കളി ഹാട്രിക് അടിക്കുന്നു, 2 കളിയിൽ നിന്ന് 5 ഗോൾ അടിക്കുന്നു വേൾഡ് കപ്പിൽ. ഇങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് എന്ത് സംശയം? അയാൾ തന്നെയാണ് വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ, അതുപോലെ തന്നെ ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ബെസ്റ്റ് കളിക്കാരൻ. ഇനി സംശയം വേണ്ടെന്ന് പറയുന്നു എതിരാളികളുടെ കോച്ച് റാൾഫ് റാഗ്നിക്ക്. ഓസ്ട്രിയയെ അർജൻറ്റീന ഏകപക്ഷീയമായി 2 ഗോളുകൾക്ക് തോൽപ്പിച്ചപ്പോൾ ആ 2 ഗോളുകളും ലയണൽ മെസ്സിയുടെ വകയായിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷം അവരുടെ കോച്ച് പറയുകയാണ്, ഓസ്ട്രിയൻ കോച്ച് പറയുകയാണ്, ഒരിക്കൽ കൂടി ലയണൽ മെസ്സി പ്രൂവ് ചെയ്തിരിക്കുന്നു അദ്ദേഹമാണ് ലോകത്തെ ഏറ്റവും ബെസ്റ്റ് താരമെന്ന്. ഒരാൾക്ക് 39 വയസ്സായി, എന്നിട്ട് അയാൾ 2 ഗോളുകൾ അടിക്കുന്നു ഈ കളിയിൽ. വേൾഡ് കപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ 5 ഗോളുകളാകുന്നു. അതാണ് വ്യത്യാസം. മെസ്സിക്ക് ഗോളടിക്കാൻ ഒരുപാട് അവസരങ്ങളൊന്നും വേണ്ട, കിട്ടിയ അവസരങ്ങളിൽ നിന്ന് അദ്ദേഹം ഗോളുകൾ നേടിയിരിക്കും. മെസ്സി എക്സ്ട്രാ ഓർഡിനറി പ്ലെയറാണ്, സെൻസേഷണൽ പ്ലെയറാണ്, ഒരു സംശയം വേണ്ട, ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അർജൻറ്റീന മെസ്സി മാത്രമല്ല, മെസ്സി മാത്രമായിട്ട് നമ്മൾ അർജൻറ്റീനയെ കാണേണ്ടതില്ല. അവിടെ വീണ്ടും ഒരുപാട് മികച്ച താരങ്ങളുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ആ ഗ്രേറ്റ് പ്ലെയേഴ്സിൻ്റെ ഗ്രൂപ്പിനെ നയിക്കുന്നത് ലയണൽ മെസ്സിയാണ്. വാക്കുകൾ കൊണ്ട് റാൾഫ് റാഗ്നിക്ക് കൃത്യമായിട്ട് ആ ചിത്രം വരച്ചിടുകയാണ്. അർജൻറ്റീന ടീമിലെ താരങ്ങളൊക്കെ മികച്ചവർ തന്നെയാണ്, മെസ്സി മാത്രമല്ല അർജൻറ്റീന എന്ന് പറയുമ്പോഴും ആ ഗ്രേറ്റ് പ്ലെയേഴ്സിനെ, ആ ടാലൻറ്റഡ് പ്ലെയേഴ്സിനെ നയിക്കുന്നത് ലയണൽ മെസ്സിയാണ്. അവരുടെ ലീഡർ മെസ്സിയാണ്. മെസ്സി അവർ ആ രൂപത്തിലാണ് കാണുന്നതും അവർ ട്രീറ്റ് ചെയ്യുന്നതും അതിനൊത്ത വണ്ണമാണ് കളിക്കളത്തിൽ ആ ടീം മുന്നേറുന്നതും. അതാണ് മറ്റു പല പ്രമുഖ ടീമുകളിൽ നിന്നും അർജൻറ്റീനയ്ക്കുള്ള വ്യത്യാസം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.